ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സേമിയ അതുപോലെ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കുക. ഓയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക, അപ്പോൾ അതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നേന്ത്രപ്പഴം നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ പഴം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കോഴിമുട്ട ഞാനൊന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 നേന്ത്രപ്പഴത്തിന് 4 കോഴിമുട്ട എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വരെ എടുക്കാം. ഞാനിവിടെ 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും അതുപോലെ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം. ഈ ഒരു അളവിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു പാകത്തിനുള്ള മധുരം ഉണ്ടാവും. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കുക. നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാലാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം സേമിയാണ് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്തിട്ടുള്ളത്. ഇത് തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. സാധാരണ വണ്ണുള്ള സേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേമിയ വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ നൂൽ സേമിയ ആകുമ്പോൾ നമുക്ക് വേവിക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടാറിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പഴം കൂടെ ചേർത്തിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സേമിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ടാണ് സേമിയ ചേർക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പണിയാണ്. അപ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സേമിയയും പഴമൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. സാധാരണ നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ, പക്ഷെ ഇതിൽ നമ്മൾ സേമിയയും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിത് 2 ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അധികം കനത്തിലല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 പാനിലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെറി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടും അങ്ങനെയും മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. ഒരു 8 മിനിറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 12 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ സേമിയയും കൂടെ ചേർത്തുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.